മേഘന പക്ഷെ ഞാൻ പിന്നീട് കണ്ട ആ ഇന്റർവ്യൂസിലെല്ലാം മേഘന എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ എന്താ പറയാ മേഘനയുടെ ഓരോ ഉത്തരങ്ങൾക്കും ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടും ആ ഒരു ഇത് അതൊക്കെ എങ്ങനെയാ പിന്നെ അത് എടുത്തതും ഇപ്പൊ പറഞ്ഞു ശരിയാണ് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതിരുന്ന സമയത്ത് ട്രോളിൽ വന്നു കുറെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് കമന്റ്സ് കുറെ ഫേസ് ചെയ്യുക ഒബ്വിയസ്ലി ആർക്കും ഉണ്ടാവുന്ന പോലെ കുറെ വിഷമങ്ങൾ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഡേ അതിനകത്തുനിന്ന് റിയലൈസ് ചെയ്തു ഇനി ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലേ അതെ. ആ ഒരു പോയിന്റിനെ കുറിച്ച് ഒന്ന് പറയോ അതെങ്ങനെയായിരുന്നു അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ. ഉം. ഇപ്പൊ എന്താ പറയാ, ആ ഒരു ബാക്കപ്പ് തന്നത് മമ്മിയാ ആ ആണോ അത് അമ്മയുടെ ഒരു ബാക്കപ്പ്. അമ്മ എപ്പോഴും ഒരു ബാക്ക് ബോൺ ആണ്. ഉം. പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക് ബോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഉം. ആരൊക്കെ നമ്മുടെ അടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും, ഉം. നമ്മൾക്ക് ഉള്ളില് ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉം. അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും ഉം. അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ. ഉം. അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും 24/7 ഇങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. തീർച്ചയായിട്ടും അപ്പൊ ഡിസിഷൻ എടുക്കേണ്ടതും സ്വന്തം ആയിട്ട് തോന്നേണ്ടതും നമ്മൾ നമ്മൾ തന്നെയാ. തന്നെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല ചേച്ചി. നമ്മൾക്ക് ഓടി തന്നെ ആവണം എന്നുള്ളൊരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് പല കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. അത് അങ്ങനെ മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് ഈ സെക്കൻഡിലേക്ക് എത്തിയത് ആ ഒരുപാട് സമയം എടുത്തു. ആണല്ലേ ഒരുപാട് സമയം എടുത്തു. ആക്ച്വലി ഓക്കെ ഭയങ്കര ഷോക്കായിരുന്നു. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ്. എല്ലാവരെയും പോലെ അല്ലേ അപ്പൊ ഞാനും. ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ ഡെഫിനറ്റ്ലി അല്ലേ അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഡേയോ നൈറ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഐ ഫേസ് സ്റ്റിൽ ആലോചിച്ചിട്ട് റിമെമ്പർ. ഞാൻ ഇപ്പോഴും ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയലില് നമ്മളിങ്ങനെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. ആണോ ആ അപ്പം കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കാണ് ആ മൈൻഡിൽ അത് നമ്മൾ അതിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ടഫാണ്. നമ്മൾ ഒരിക്കലും, അതായത് നമ്മൾ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരു കുട്ടീനെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാ. എന്നെ വളർത്തിയത് അപ്പാപ്പൻ അമ്മാമ്മ. അപ്പൊ അവരുടെ കുറെ കാര്യങ്ങളും അവരുടെ ആ ചട്ടക്കൂടി കിടന്ന് വളർന്ന ഒരു കുട്ടിയാ ഞാൻ. ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫായിരുന്നു മീൻസ് അത് അമ്മയാണ് എന്റെ കൂടെ നിന്ന് ഫുള്ള് ആ സ്റ്റേജ് ഫുള്ള് കണ്ടിട്ടുള്ളത്. ഈ അമ്മയുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ വളർത്തിയത് ഫുൾ അമ്മാമ്മ അപ്പാപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഐ മീൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു. അന്നേരം ഈ മമ്മി എവിടെയായിരുന്നു ഞാൻ എപ്പോഴും അമ്മ സംശയം വർക്ക് ഉണ്ടല്ലോ തോന്നിയിരുന്നായിരുന്നു അമ്മയ്ക്ക്. അതായത് എനിക്ക് സിംഗിൾ പാരന്റ് ആണ്. ഓക്കെ അറിയാം അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ചിലവർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല ചേച്ചി. അമ്മയ്ക്ക് എന്നെ വളർത്തണം ഒരു വ്യൂ മാത്രം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ അതിനെ ഫൈറ്റ് ചെയ്തു. ഇപ്പൊ എന്താ പറയാ, തൂണുണ്ടെങ്കിലല്ലേ ചാരാൻ പറ്റൂ. സീരിയസ്ലി അതുപോലെയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചാരാൻ പറ്റുള്ളൂ. അപ്പൊ ആ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ വെരി സ്ട്രോങ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോ മേഘനയുടെ ഒരു എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം. അതെ, അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല, എന്നെ ഒഴിച്ച്. വെരി ഗുഡ് ടച്ച് വിടാതെ അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാൻ. സോ ഓക്കെ അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം. മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ്. പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില് നമ്മുടെ തീരുമാനങ്ങളില്? ഇല്ല ചേച്ചി, നമ്മൾക്ക് ആ സമയത്ത്
നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഉം. നമ്മൾക്ക് ഒന്നുമില്ല, നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. ഉം. അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. ഉം. ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു കുറച്ചും കൂടെ അതെ പക്വതയായ ഒരു അതെ ആളാണ്. മേ ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. ഉം. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, ഉം. അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഉം. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു. പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും? ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അതെ, ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടാവാം. ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അതെ. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. ഉം. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ് മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം. ഇന്നിപ്പോ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത്, അല്ലേ? സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക. ആൻഡ് ഇറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം. എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മേഘനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇതൊക്കെ ഇറ്റ്സ് കുറേ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ, ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ കമന്റ്സ് വരുന്നതിനെ പറ്റിയ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിക്കണേ. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലേ? മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി, നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നി മാറുണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொரு സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾ യുവർ ഡിസിഷൻ ഫൈനലി, അല്ലേ?